പിക്കുവാവേ നമുക്കൊരു കഥ പറയാം. തൊപ്പിക്കാരൻ്റെ കഥ. ഇങ്ങനെ മങ്കി തൊപ്പി കൊടുത്ത കഥ പറയട്ടെ. അച്ഛമ്മ പറയാൻ പോവാ. ഒരിടത്ത് ഒരു തൊപ്പിക്കാരനുണ്ടായിരുന്നു. തൊപ്പി കൊണ്ട് നടന്ന് കച്ചവടം ചെയ്തായിരുന്നു തൊപ്പിക്കാരൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ തൊപ്പിക്കാരന് ഇങ്ങനെ മടുത്തു. നടന്ന് തൊപ്പിക്കാരൻ മടുത്തു കഴിഞ്ഞപ്പം തൊപ്പിക്കാരൻ എന്നെ ചെയ്തു, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി കിടന്നങ്ങ് ഉറങ്ങി. എങ്ങനെയാ തൊപ്പിക്കാരൻ ഉറങ്ങിയ? പറ. തൊപ്പിക്കാരൻ അങ്ങ് ഉറങ്ങി. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആ മരത്തിൻ്റെ മുകളിൽ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. ഈ കുരങ്ങന്മാരെല്ലാവരും കൂടി വന്ന് ഈ തൊപ്പി എല്ലാം പെറുക്കി എടുത്ത് കൊണ്ടുവന്ന് അവരുടെ തലയിൽ വെച്ചു. എന്നിട്ട് അവർ മരത്തിലുണ്ടായിരുന്ന പഴങ്ങളൊക്കെ തിന്ന് ഇങ്ങനെ ഓടിക്കളിച്ച് ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഈ തൊപ്പിക്കാരൻ എഴുന്നേറ്റ് നോക്കുമ്പം തൊപ്പി കാണുന്നില്ല. അയാളുടെ കൂടയിൽ ഒറ്റ തൊപ്പി പോലും ഇല്ല. അയാൾ വിഷമിച്ചു പോയി. ചാടി എഴുന്നേറ്റ് നോക്കുമ്പം കുറേ കുരങ്ങന്മാർ, മാവായിരുന്നു കേട്ടോ, മാവിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് കുറേ കുരങ്ങന്മാർ മാമ്പഴം എടുത്ത് തിന്നുകയും ഈ മാങ്ങാണ്ടി എടുത്ത് താഴോട്ട് എറിയുകയും ചെയ്യുക. തൊപ്പിക്കാരന് സങ്കടം വന്നു. ഇനി ആ തൊപ്പി കൊണ്ടുവന്ന് ചന്തയെ വിറ്റിട്ട് വേണമായിരുന്നു അയാൾക്കിന്ന് അരിയൊക്കെ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ തൊപ്പിക്കാരൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അങ്ങനെ വിഷമിച്ച് നിന്നിട്ട് തൊപ്പിക്കാരനങ്ങ് ദേഷ്യം വരുക. എത്ര ചോദിച്ചിട്ടും തൊപ്പിക്കാരന് മങ്കി കൊടുക്കുന്നില്ല. പീക്ക് വന്നാൽ കഥ പറയാം. എന്നിട്ട് എത്ര ചോദിച്ചിട്ടും കൊടുക്കുന്നില്ല. അങ്ങനെ അവസാനം തൊപ്പിക്കാരൻ എന്ത് ചെയ്തു? ദേഷ്യം വന്ന് അയാൾ തലയിലിരുന്ന് തൊപ്പി എടുത്ത് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തു ഒരു മങ്കിക്കിട്ട്. അന്നേരം കുരങ്ങിനിട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു കേട്ടോ. അന്നേരം കുരങ്ങ് എന്താ ചെയ്തു? കുരങ്ങ് അന്നേരം പെട്ടെന്ന് അവരുടെ തലയിലിരുന്ന് തൊപ്പി വെച്ച് തൊപ്പിക്കാരനോട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. അന്നേരം എന്താ പീക്കോ സംഭവിച്ചേ? തൊപ്പിക്കാരൻ്റെ തൊപ്പി മൊത്തം കിട്ടിയില്ലേ? അങ്ങനെ തൊപ്പിക്കാരൻ അങ്ങനെ എന്താ തൊപ്പിക്കാരൻ്റെ കഥ പറയുന്നത് കേൾക്കുന്ന ഒരാളാണ്. തൊപ്പിക്കാരൻ അങ്ങനെ തൊപ്പിയെല്ലാം പെറുക്കി തലയിൽ വെച്ച് എല്ലാം തലയിൽ വെച്ച് തൊപ്പിക്കാരൻ അങ്ങനെ അങ്ങ് പോയി. ചന്തയിൽ കൊണ്ടുപോയി തൊപ്പിയൊക്കെ വിറ്റ് കാശ് വാങ്ങിച്ച്. കഥ ഇഷ്ടമായോ?